എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ. ഇപ്പോൾ എൻ്റെ മോൻ കുറച്ച് ഫ്രീഡത്തിനൊക്കെ ഹാനികരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എൻ്റെ പറകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇത് കണ്ടോ നമ്മുടെ സുന്ദരി കുട്ടനെ നിങ്ങൾ കണ്ടോ ഫ്രണ്ട്സ്? ചേച്ചിമാരെ, ചേട്ടന്മാരെ, അങ്കിൾമാരെ, അന്നിമാരെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണേ. നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണണേ. ഇത് കണ്ടോ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുന്നുണ്ട്. ഇത് അപ്പോൾ ശരി, വീഡിയോയിലേക്ക് പോവാട്ടോ. അവനെ ഒന്ന് പുറത്തേക്കൊക്കെ പോകണം. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, പാത്രം കഴുകാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പം ഞാനൊരു കാര്യം കാണിച്ചിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? അടുക്കളയിലേ ഞാനിത് കാണിച്ചു തരാം കേട്ടോ. പാത്രം കഴുകാൻ ഇരുന്നിട്ട് പാത്രം കഴുകാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, എൻ്റെ പുറകെ നടക്കുന്ന അവന് ഇത്രയും നേരം ലേബേഴ്സ് മുകളിലൊക്കെ പണിയായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എടുത്തിട്ടേക്കണം കഴുകാൻ, അത് കഴുകാൻ വന്നിരുന്നതാ കേട്ടോ. അപ്പോൾ ഒരുത്തം വന്ന് ഇരിക്കുന്നതായി കാണുന്ന അവൻ്റെ ഇറച്ചി വച്ചിട്ടുണ്ട്. ഇനി പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. റൊട്ടിയൊക്കെ ഉണ്ടാക്കണം. ഉച്ചക്കൊരു സാമ്പാറും ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടിയും വെച്ച കഴിച്ചത് കേട്ടോ. ടൈമില്ലായിരുന്നു, സത്യം അതാണ്. അച്ഛൻ നാട്ടിൽ പോയില്ലേ, നാളെ വരും കേട്ടാ. നാളെ മറ്റന്നാൾ വരുമല്ലോ അച്ഛൻ നാട്ടിൽ പോയി 2 ദിവസമായി കേട്ടോ. പെട്ടെന്ന് പോയതാണ്, വരുവേ. അപ്പോൾ അതിനു വേണ്ടി അവനെ എല്ലാ കാര്യവും ഞാൻ നോക്കണം. 5 മണിക്ക് എണീറ്റ് ഞാൻ മൂത്രമൊഴിക്കാൻ കൊണ്ടുപോകണം. സകല കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. കണ്ടോ, അതുകൊണ്ട് അവന് ഒരു വിഷമമാണ്. ഞാൻ തന്നെ കൊണ്ടുപോകണം. ഇവിടെ മോൻ രാവിലെ പോയാൽ പിന്നെ ഉച്ചക്കല്ലേ വരുള്ളൂ. അതാണ് കേട്ടോ. അതുകൊണ്ട് അടുക്കളയിൽ വന്ന് നിൽക്കണം. എന്നെ വിട്ടു പിരിയുന്നില്ല അവൻ. അടുക്കളയിൽ കണ്ടോ, വാഷ് ബേസിൻ്റെ അവിടെയാണ് ഈ കയറി നിൽക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ? ഇതൊക്കെയാണ് പരിപാടി. കണ്ടോ, ഇത് കണ്ടോ നിൽക്കുന്നത്? ഇതൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ഇവിടെ അടുക്കലും ഒതുക്കലൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടോ അടുക്കലും. ഇത് കണ്ടോ, കാർട്ടൻസൊക്കെ ഇവിടെ വച്ചിരിക്കുന്നുണ്ടോ. എല്ലാം അത് എത്ര കാർട്ടൻസ് ഇപ്പോൾ കാര്യം. ഇതൊക്കെ വേസ്റ്റിൽ കൊണ്ടുവന്ന് നാളെ വേസ്റ്റ് ബാസ്ക്കറ്റ് വരണം. ചില കാർട്ടൻസ് വെക്കണം. കാരണം കാർട്ടൻസിനൊക്കെ ഞാൻ 100 രൂപയൊക്കെ കൊടുത്താണ് 5 കാർട്ടൻസ് 100 രൂപ കൊടുത്താണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ ചിലതൊക്കെ കീറി ഇതൊക്കെ കളയണം നിങ്ങളൊക്കെ വെക്കാൻ. അപ്പം അങ്ങനെ ഇത് കണ്ടോ, ഇത് നമ്മളെ ചെരുപ്പ് വെച്ചിരുന്ന സാധനമാണ്. ചെരുപ്പ് വെച്ചാൽ ഇതാണ്. ഇതിപ്പോൾ ഇനി മോളിൽ കൊണ്ടുവന്നിടും. നമ്മളെ റൂഫ് വെച്ചില്ലേ, അവിടെ കൊണ്ടുവന്നിടണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി കാണിച്ചു തരാം നിങ്ങളെ ഫ്രണ്ട്സ്. ഇതൊക്കെ അടുക്കൽ ഒതുക്കലൊക്കെ ആയിരുന്നു. അതായത് നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കി. ഇത് കണ്ടില്ലേ, സ്റ്റാൻഡ് ഉണ്ടാക്കിയെങ്കിലും നമ്മൾ പിടിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഇതൊക്കെ തുറക്കാനൊക്കെ ഇനി നാളെ വന്നിട്ട് അവർ പിടിപ്പിക്കൂടെ. ഇത് കണ്ടോ, കാണിച്ചു തരാം. നാളെ വന്നിട്ട് ഇവർ പിടിപ്പിക്കൂടെ. ഇവിടെ ഹാൻഡിൽ പിടിപ്പിക്കണം. ഇവിടെ 2 ഇത് പിടിക്കണം. ഇത് ട്രേ ആണ്. നമുക്ക് ഇത് പിടിപ്പിക്കാൻ ഷൂവിൻ്റെ പോളിഷ് ചെയ്യുന്നതും ബ്രഷൊക്കെ വെക്കാൻ വേണ്ടിയ ട്രേ ആണ്. അപ്പോൾ ഇവിടെ 2 ഇത് പിടിപ്പിക്കണം തുറക്കാൻ. അപ്പോൾ അവർ സന്ധ്യ കൊണ്ട് പോയി. ഇനി ഒരു 2 ആഴ്ചയും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അവരൊക്കെ. പിന്നെ അത് പിടി പിടിപ്പിക്കണം. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് വച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഈ ചെരുപ്പൊക്കെ ഒന്ന് കഴുകി എല്ലാം ചെയ്ത് ഇത് ഇവിടെ വച്ചിട്ടുണ്ട്. എല്ലാം തുടച്ച്, ഭയങ്കര പൊടിയായിരുന്നില്ലേ, ഈ പണികളൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് ഒതുക്കി വച്ചപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്ന് നാളെ അവർ മുകളിലിടും കേട്ടോ. വേണ്ടാത്ത ഫർണിച്ചർ കുറേ ഉണ്ട്, പഴയതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് മുകളിലിടും. നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം ആ റൂഫിൻ്റെ അടിയിൽ കൂടെ. അപ്പോൾ ഇതിൽ ബാക്കി പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാണ് എൻ്റെ പണികളൊക്കെ എന്തെന്ന്. അപ്പോൾ ഇതൊക്കെ ഒതുക്കി എല്ലാ ഷൂവും ചപ്പലൊക്കെ വേണ്ടാത്തത് ഇവിടെ വച്ചിട്ടുണ്ട് കളയാൻ. ഇനി കാണിച്ചു തരാം. ഇവിടെ എല്ലാം ചീകി ഇട്ടിട്ട് പോയിരിക്കുന്ന അവർ. ഇത് ഞങ്ങൾ ഒരെണ്ണം പിടിപ്പിച്ചു. ഇത് പിടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഞാൻ ഓരോ സാധനങ്ങൾ, സാധനങ്ങൾ മേടിക്കൂലേ, അപ്പോൾ അതൊക്കെ വെച്ചിരിക്കണം. പിന്നെയും പൊടിയായി. മെനിങ്ങാന്ന് തുടച്ചൊക്കെ വെച്ചതാട്ടോ. അരിയുടെ ഇതും ഒക്കെ ആയിട്ട് വെക്കാൻ. പിന്നെ ഇത് ഞാൻ പിടിപ്പിച്ചത് എന്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ സോപ്പ് പൊടി, സോപ്പുകൾ, പിന്നെ ഡാലിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, ബാഗുകൾ, മാർക്കറ്റിൽ കൊണ്ടുവന്ന ബാഗുകൾ. അപ്പോൾ കുറച്ച് വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ. ഇതിൻ്റെ മുകളിൽ പേപ്പർ വെക്കാൻ സ്ഥലവുമായി. ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ മാർക്കറ്റിൽ നിന്ന് നമ്മൾ സാധനം എടുക്കൂലേ, ഇതേ കടുക്, ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്ന കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വെക്കും. എന്നിട്ട് ഇവിടുന്ന് കുറച്ച് എടുത്താൽ നമ്മൾ അടുക്കളയുടെ ബോക്സിൻ്റെ അകത്ത് വെക്കുന്നത്. എന്നാൽ അവിടെ 10 കിലോ കൂടുതലൊന്നും കൊള്ളത്തില്ലല്ലോ. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ്
ഇത് കണ്ടോ, ഇതൊക്കെ ഇവിടെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും പേസ്റ്റ്, അത് ഇത് ഹാർപ്പിക്കുകൾ, അങ്ങനെ ഓരോ സാധനങ്ങൾ നമുക്ക് വെക്കാം. അങ്ങനെയുള്ള അതെ ഒരു ട്രെയിൽ നമുക്കിവിടെ സോപ്പുകളൊക്കെ വെക്കാം. അങ്ങനെയുള്ളതാണ്. കുറച്ച് സാധനമൊക്കെ വച്ചു. അപ്പോൾ ഇവിടെ നേരത്തെ ഇരുന്ന ആ കച്ചട സാധനം കൊണ്ടുവന്ന് ഞാനും മോനും പണിക്കാരനും കൂടെ പിടിച്ച് മോളിൽ കൊണ്ടുവന്നിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ അങ്ങനെയൊക്കെ വച്ചേക്കുന്നതാണ് കേട്ടോ. അത് ഇവിടെ ഏരിയയിലും അതും ഇതും അതൊക്കെ അങ്ങനെ വച്ചേക്കുന്നതാണ്. അപ്പോൾ കുറച്ച് പണികൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇവിടെയൊക്കെ അടിച്ചു വാരണം. അത് കണ്ടോ, ഒരു ചീകി ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പണി. ഇവിടെ അടിച്ചു വാരിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ നമുക്ക് മാർബിള് സ്റ്റെപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ മിഷ്യനായിട്ട് ആൾക്കാർ വരും. ആൾക്കാർ വരുമ്പോൾ ഈ സാധനമൊക്കെ പിടിച്ച് അവർ ഹോളിലേക്ക് വെച്ചിട്ടായിരിക്കും ഇതൊക്കെ. അപ്പോൾ അവർക്ക് പാടാണ് കേട്ടോ. കാരണം ഇതൊക്കെ പിടിച്ചിനി ഹോളിലേക്ക് വെക്കണം. വച്ചിട്ട് വേണം ഇവിടെയൊക്കെ ഇത് പോളിഷ് ചെയ്യാൻ. ഇതുപോലത്തെ മാർബിളായിരുന്നു, ഇത് മേസ്ത്രിമാർ ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ പോളിഷ് ചെയ്യണം. ഇവിടെ സ്ലൈഡിങ് വെക്കണം, ഇവിടെയൊക്കെ സ്ലൈഡിങ് വെക്കണം. അങ്ങനെ കുറേ പണികൾ കേട്ടോ. പിന്നെ താഴത്തെ പണികൾ കാണിച്ചു തരാം. അവർ നാളെ ഇവിടെയൊക്കെ ടൈൽസ് വെച്ചിട്ട് ഒരു സ്ലൈഡിങ് ഒക്കെ വെക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇട്ടാണ് അവിടെ ബാത്റൂമിലൊക്കെ ഡോറ് വെച്ചു. ഇത് കണ്ടോ, ബാത്റൂമിലൊക്കെ ഡോറ് പിടിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബാത്റൂമിലൊക്കെ നല്ല പണികൾ നടക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഡോറ് വെക്കേണ്ട സംവിധാനങ്ങളൊക്കെ വച്ച് പിടിപ്പിക്കുന്നു, അതൊക്കെ പിടിപ്പിക്കുന്നു. ഇവിടെ ഇരുട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തുള്ളതൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുന്നു അവർ. കുറേ കാര്യങ്ങൾ തടിപ്പണിയാന്നേ, വൃത്തികെട്ട പണികളെന്ന് പറയും. കൂടുതലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഇനി ഒതുക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ മാർബിളിൻ്റെ പണി കുറച്ചേ ഉള്ളൂ, അതൊക്കെ കാണിച്ചു തരാം. മതി, മാർബിളിൻ്റെ പണിയൊക്കെ അത് കഴിഞ്ഞ്. ഇത് കണ്ടില്ലേ, നമ്മുടെ മാർബിളിൻ്റെ പണി, ടൈൽസിൻ്റെ പണിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. ഇത് കാണിച്ചു തരാം. കണ്ടോ, ബാത്റൂമൊക്കെ ഇങ്ങനെ ചെയ്ത് വച്ചിരിക്കണം. ഞാൻ അവിടെ നിന്ന് ഒരു ട്യൂബ് എടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കണം. അപ്പം നമ്മൾ പണ്ടത്തെ മാർബിളായിരുന്നു, അതൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ പുതിയ ടൈൽസൊക്കെ വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഇനി വെക്കണം. ഇതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് കണ്ടോ, കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഇനി നാളെ ഈ ഇവിടെ വാഷ് ബേസിൻ വരും കേട്ടോ. അത് ഇവിടെ ആയിട്ടൊരു വാഷ് ബേസിൻ വരുവേ, അവിടെയായിട്ട് കാണിച്ചു തരാം. ഇവിടെ ആയിട്ടൊരു വാഷ് ബേസിൻ വരുവേ. ഇവിടെ കണ്ടോ കണക്ഷൻ. അപ്പോൾ നമ്മളിവിടെയാണ് ഇതൊക്കെ വെക്കാനിരിക്കുന്നത്. ഈ ജനലിൻ്റെ അവിടെ നേരത്തെ ആ സൈഡിലായിരുന്നു ഞങ്ങൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പിടിപ്പിച്ചു കുറച്ചൊക്കെ. ഇവിടെയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് ഇന്നത്തെ പണികളൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ എക്സോസ്റ്റ് ഫാൻ വെക്കും, ചിമ്മിനീനെ ഇത്. ഇനി ഇവർ ഇവിടെ ബോക്സ് ഉണ്ടാക്കും. അപ്പോൾ ഇനി ഇത് പുട്ടി ഒക്കെ കഴിഞ്ഞിട്ടാണ് അത്. ഇനി ഇവിടെ സ്ലൈഡിങ് ഒക്കെ വെക്കണം. ഇങ്ങനെയുള്ള പണികൾ. ഇതിൻ്റെ അകത്തൊക്കെ അത് ഇങ്ങനെ വെച്ച് അവർ പോകുന്നതേ ഉള്ളൂ. പണി ഭയങ്കര ധൂംധാമായിട്ട് നടക്കുന്നു കേട്ടോ. നമുക്ക് 2 പാർട്ടിക്ക് കൊടുക്കാൻ പാകത്തിനാണ് നമ്മൾ ഇതൊക്കെ കണ്ടോ പിടിപ്പിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അവർ തടിയും ഇതൊക്കെ പിടിപ്പിക്കാൻ. നമ്മളിവിടെ ബോക്സ് പണിയുന്നില്ല. നമ്മളിവിടെ പല ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പല്ല വെച്ച് മൂടാനുള്ള ഇതാണ്. അത് വാതിൽ വെക്കാനാണ്, ഡോർ ഐറ്റം അങ്ങനെ വെക്കാനാണ്. കാരണം നമ്മൾ ബോക്സ് പണിത് പിന്നെ ഇവിടെയും പിന്നെ അവിടെ ആ ടൈൽസിൻ്റെ അവിടെയായിട്ട് ഗ്ലാസ്സൊക്കെ വെക്കാനൊരു ബോക്സ് ഞാൻ പണിയാൻ പറഞ്ഞു. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലത്തെ പോലെ ബോക്സിൻ്റെ അടുക്കളയൊക്കെ പണിത് കൊടുത്തു കഴിഞ്ഞാൽ വാടകക്കാർ നശിപ്പിച്ച് കളയും കേട്ടോ. പിന്നെ നമുക്ക് എന്നും പണിയായിരിക്കും. അതുകൊണ്ട് കോൺട്രാക്ടർ പറഞ്ഞു അതിപ്പോൾ ചെയ്യരുത്, നിങ്ങൾ താഴെ ഇതാണ് വേറെ ബാത്റൂം കണ്ടോ, ഇത് വേറെ ബാത്റൂം. ഇനി 3 ബാത്റൂം ഉണ്ട് കേട്ടോ താഴെ. അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ കണക്ഷൻ കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ്. വാതിലൊക്കെ പിടിപ്പിച്ചു ഇങ്ങനെ. അപ്പോൾ ഇതിവിടെ പൂട്ടിയിട്ടേക്കണം. തടിപ്പണിയാണ് പണിത്. ഇത് കണ്ടോ, ഇതൊക്കെ നേരത്തെ ഷോക്കേസ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ അതേക്ക് ഇത് കണ്ടോ, ഷെൽഫൊക്കെ പണിതു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ സ്ലൈഡിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ മുകളിൽ നമ്മൾ ഷെൽഫ് പണിതു കാണിച്ചു തരാം. ലൈനില്ല, അപ്പോൾ തൽക്കാലത്തേക്ക് ലൈൻ തരാത്ത നമ്മൾ CSCന്ന് പുതിയ കണക്ഷൻ എടുത്തത് ഇതുണ്ട്. അതൊക്കെ ഒന്ന് പിടിപ്പിച്ചു. അങ്ങനെ ചില തുറന്നു കിടന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ പൂട്ടി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി മറ്റേ ഷൂ ട്രാക്ക് ഒരു ഗ്രില്ലുണ്ടാക്കണം. അപ്പോൾ നാളെ അവർ വന്ന് അവിടെ ഇനി ഇന്ന് അടിച്ചു വാരിയതേയുള്ളൂ. എല്ലാം അവർ ചീറ്റാക്കി വെച്ചിട്ട് പോകും. നാളെ കട്ട് ചെയ്യണം. അത് കാണിച്ചു തരാം. നമ്മളിവിടെയും ഒരു
വാർഡ്രോബ് പോലെ ഒരു അലമാരി പണിത്. ഇവിടെയൊക്കെ ഷോക്കേസ് ഉണ്ടായിരുന്നതാണ്, ഇതൊക്കെ ഒന്ന് പണിതു. അപ്പോൾ ഇത് പണിതത് എന്തിനെന്ന് വെച്ചാൽ വരുന്നവർക്ക് നല്ലതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. വരുന്നവർക്ക് ഇതുപോലെ തന്നെ അപ്പുറത്ത് ഹോളിലും ഒക്കെ ചെയ്തു. വരുന്നവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി. പിന്നെ ഇതിവിടെ ബാത്റൂം കണ്ടില്ലേ, ഇവിടെ ഒരു ബാത്റൂമുണ്ട്, ബെഡ്റൂം അറ്റാച്ച്ഡ്. ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടൊന്നും ഇങ്ങനെ ഇട്ടേക്കുന്ന കേട്ടോ ഇവർ, പറയാൻ പറ്റില്ല. എല്ലാ ബാത്റൂമിലും നമ്മൾ വാഷ് ബേസിൻ്റെ മുകളിലൊക്കെ ചത്തൊക്കെ നമ്മൾ ശരിക്കും അത് വെച്ചു. ഇപ്പം എന്താണെന്നറിയാമോ, ഇന്നത്തെ പണി ഇവർ ലൈൻ വലിച്ചിട്ട് പോയി. അപ്പോൾ ലൈൻ വലിച്ചിട്ട് പഴയ ലൈൻ നമ്മൾ പൊട്ടിച്ചെടുത്തപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല, ജാമായിപ്പോയി. പിന്നെ അവർ ചില റൂമിൽ മാത്രം, ഇപ്പോൾ ഈ റൂമിൽ ഒന്ന് പൊട്ടിച്ചു. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് പ്ലാസ്റ്റർ ചെയ്തിട്ടും ഇത് കണ്ടോ, ഇവർ നേരത്തെ ഇവിടെ പൊട്ടിച്ചതാണ് കേട്ടോ, പൊട്ടിച്ചതാണ് നമ്മൾ പ്രൈമർ അടിക്കുന്ന മുമ്പേ. പക്ഷേ ഇത് കമ്പി കയറുന്നില്ല എന്ന് പറഞ്ഞു, വയറ് കയറുന്നില്ല. അപ്പോൾ രണ്ടാമത് ഈ റൂമും ആ റൂമും ബാക്കി എല്ലായിടത്തും കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ പൊട്ടിച്ചു. ഇനി പിന്നെയും ഇതൊന്ന് പ്ലാസ്റ്റർ ചെയ്തിട്ട് പിന്നെ ഇനി പുട്ടി ചെയ്യണം, പുട്ടി അടിക്കണം. പിന്നെ പുട്ടി അടിച്ച് ഉണങ്ങിയതിന് ശേഷം പ്രൈമർ ചെയ്യണം ഒന്നും കൂടെ. അങ്ങനെയുള്ള പണികൾ നമുക്ക് തടിപ്പണിയാണ് കൂടുതൽ കേട്ടോ. ഇതൊക്കെ ഞാൻ വീട് ഇങ്ങനെ ഓരോന്നും കാണിച്ച് ഇങ്ങനെയൊക്കെ തരുന്ന കേട്ടോ നിങ്ങൾക്കൊക്കെ. കാരണം നമ്മൾക്ക് ഇതൊക്കെയാണ് തിരക്ക്. നമ്മുടെ പുള്ളിക്കാരന് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീടൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ ചോദിച്ച് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഇത്രയും നല്ലതായിട്ട് എന്തിനാണ് കൊടുക്കുന്നത്, നമ്മുടെ വീടല്ലേ. അപ്പം നമ്മൾ ബാത്റൂമിലൊക്കെ അവരിങ്ങനെ ഡോറ് വച്ച് വരുന്നുണ്ട്. അത് പോയില്ല. പിന്നെ ഈ വലിയ ഗ്രില്ല് കേട്ടോ. അപ്പോൾ ഈ വലിയ ഗ്രില്ല് തുറന്നു കഴിഞ്ഞാൽ വലിയ ഗ്രില്ലാണ്. അപ്പോൾ ഇത് കണ്ടോ, വലിയ ഗ്രില്ലാണ്. അപ്പോൾ ഇത് നല്ല രസമാണ്. ഇതുപോലത്തെ ഒരു ഗ്രില്ല് പിടിപ്പിക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഒത്തിരി പൈസയാണ് കേട്ടോ. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഗ്രില്ല് ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഇതുകൊണ്ട് ഒരു ഡോറ് പോലെ വച്ചിട്ട് ഇവിടെ സ്ലൈഡിങ് വരും കേട്ടോ, നമ്മൾ ജനൽ സ്ലൈഡിങ് പോലെ. അപ്പോൾ ഇവിടെ ഈ വാടകക്കാർക്ക് സ്ലൈഡിങ് മാറ്റണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ നമ്മളങ്ങനെ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു സ്ലൈഡിങ് വെക്കും. പിന്നെ നാളെ ഈ ഇത് വാതിലൊക്കെ മാറ്റി, ഇത് ലാസ്റ്റ് മാറ്റേ ഉള്ളൂ കേട്ടോ. കാരണം ഇവിടെ ടൈൽസൊക്കെ ഇടണം. അപ്പോൾ ഇത് ടൈൽസ് ഇട്ടിട്ട് എത്ര പൊങ്ങിയെന്ന് നോക്കിയിട്ട്, ഇത് കണ്ടോ വീടൊക്കെ ആകെ ഇത് മെനകേടായിട്ട് കിടക്കണം. നമ്മൾ അടിച്ചു വാരിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. അവർ മണലും ഒക്കെ മുകളിൽ കൊണ്ടുപോയാലും ഇതൊക്കെയാണ് പണി. കണ്ടില്ലേ നമ്മുടെ വീടൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഈ 15-ാം തീയതി ഫെബ്രുവരി 15-ാം തീയതിക്കുള്ളിൽ ഞാൻ പറഞ്ഞു നാട്ടിൽ പോകുന്നതിന് മുമ്പ് അകത്തെ പണി ചെയ്യണം, എല്ലാം കൂടെ ദാതയ്ക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചു ദൈവം അവിടെ മോനും അത് ചീത്ത അവിടെ എണീക്കേ ചീത്ത എടുത്ത് വന്ന് കിടക്കുന്നത് അവിടെ മണൽ കണ്ടോ. ഇനി ആ ഡ്രസ്സൊക്കെ മാറ്റണം, മമ്മിക്ക് പണി കണ്ടോ ആ ഡ്രസ്സിൽ കണ്ടോ. അവൻ എൻ്റെ പിറകെ നടക്കുന്ന കേട്ടോ. ഞാൻ ഇത് ഓഫ് ചെയ്തിട്ട് പോട്ടെ. ശരി പിറകെ നടക്കണം, അവന് പേടി കേട്ടോ. ഞാൻ ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് പോട്ടെ. അത് നിങ്ങളെ കാണിച്ചു തന്നാണ് ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെയാണെന്ന്. മോൾക്ക് പനി കേട്ടോ. അപ്പോൾ പനിയായത് കാരണം ഇതൊക്കെ ഓരോന്ന് മേസ്ത്രിമാരുടെ സാധനം. മോൾക്ക് പനി, അപ്പോൾ അത് കാരണം പാരസെറ്റമോൾ എൻ്റെയും മോൻ്റെയും കഴിഞ്ഞപ്പോൾ മോളുടെ അത് ഇനിയിപ്പോൾ ആകെ ഒന്ന് വൃത്തിയായിട്ടൊക്കെ വരും. ഇതൊക്കെ ഒന്ന് പരിഷ്കാരം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പണികൾ കണ്ടില്ലേ. അടുക്കൽ ഒതുക്കൽ. എൻ്റെ നടുവ് പോയി, ഒന്നാമത്തെ പണിക്കാരിയില്ല. അപ്പം ഞാൻ ഇന്ന് അവളെ എന്നെ വിളിച്ചു കേട്ടോ. വിളിച്ചിട്ട് പറഞ്ഞു മംഗൾവാർ വരാം, അതായത് ചൊവ്വാഴ്ച വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നീ വരുമ്പോൾ ഏകദേശം പണിയൊക്കെ ഒന്ന് ഒതുങ്ങും. പിന്നെ അവൾ വന്നിട്ട് ഈ സ്റ്റെപ്പൊക്കെ ഇനി അടിച്ച്, പണിക്കാർക്ക് മുകളിലും പണിയുണ്ടല്ലോ. അപ്പോൾ സിമെൻറ്റും പല്ലിയൊക്കെ മണലൊക്കെ കൊണ്ടുപോകുമ്പോൾ പിന്നെയും ആവും. ഇനിയൊരു വന്നേ ഡ്രസ്സ് മാറിക്കൊടുക്കട്ടെ കേട്ടോ. നിറച്ച് അവിടെ കുമ്മായും ഇതിൻ്റെയൊക്കെ ഇത് എത്ര പ്രാവശ്യം വീട് തുടക്കുമെന്ന് അറിയാമോ നമ്മൾ. ഇതൊക്കെ നാളെ അതിന് മോളിൽ കൊണ്ടുവന്ന് ഇടാൻ പറയണം. എന്നെ കൊണ്ടൊന്നും വയ്യ ഒറ്റയ്ക്ക് പിടിക്കാൻ. ശരിയാക്കിക്കൊണ്ടുവന്ന് താഴെ ഇരുന്നാണേ. ഇത് വെള്ളയായിരുന്നു, ഇതൊക്കെ മാറ്റി ഒന്ന് കൊണ്ടുവന്നു. ഇനി ഇവിടെ കിടന്ന എൻ്റെ ഒരു മേശയുണ്ട് കേട്ടോ. അപ്പോൾ ആ മേശ നമ്മൾ ഇസ്തിരിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കൊണ്ടൊന്ന് നന്നാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കൊണ്ടുപോകുന്ന ആളെ. അപ്പോൾ അത് കാലിയാക്കിയിരിക്കുന്ന ഇത് കണ്ടോ, ഇതൊക്കെ നന്നാക്കി. അപ്പോൾ ഇതൊക്കെ ഒതുക്കലും പിടിക്കലൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ. അതൊക്കെ ഞാനിവനെ ഡ്രസ്സ് മാറ്റി കൊടുക്കട്ടെ. അവിടെ വന്നിട്ട് താഴെ ഇരുന്നിട്ട് അവൻ നിറച്ച് മണൽ ചരലും
കാലി തുടച്ചിങ്ങോട്ട് കയറ്റി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുക്കട്ടെ അവന്. എന്നിട്ട് ഇപ്പോൾ ഇടുന്ന കണ്ടോണേ നിങ്ങൾ. അവിടെ ഇവിടെ 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 അവിടെ ഇരുന്നോണേ. നോക്കട്ടെ മമ്മ, നമ്മ നോക്കട്ടെ. ഇപ്പോൾ കണ്ടോണേ നിങ്ങൾ എങ്ങനെ ഇടുന്നതെന്ന്. കുറച്ച് കൈയൊക്കെ കാണിച്ചു തരും കേട്ടോ. കൈയൊക്കെ കാണിച്ചു തരുവേ. നോക്കട്ടെ. ഈ കൈ ഈ കൈ ഈ കൈ തന്നോളൂ. പൊക്ക പൊന്നാ. ഇത് കണ്ടോ, ഇപ്പുറത്തെ കൈ ഇട്ടേ. ഇത് കണ്ടോ, കൈ പൊക്കുന്ന കണ്ടോ എടേ ഇവിടെ. അവൻ്റെതായി കേട്ടോ. അവൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്താൽ ബാ ഇവിടെ വാ. പിടിക്കുന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ ഇടുമ്പോൾ തോന്നുന്നതാണ്. അതെ ഇത്രയും ലൂസാണേ. കാണിച്ചു തരാം. എല്ലാവരും പറയും ഇത് ഫിറ്റ് ഒന്നല്ല കേട്ടോ. അതേ ഇത് കണ്ടോ, ഇത്രയും ലൂസാണേ. ഇത് കണ്ടോ എടാ, ഇത് കണ്ടോ, ഇത്രയും ലൂസാണ് കേട്ടോ. അല്ലാതെ ഫിറ്റൊന്നും അല്ല, എല്ലാം ലൂസ് തന്നെയാണ് ഇവന്. അത് ഇവന് ഇച്ചിരി നീളവും വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തോന്നുന്നു കേട്ടോ. അവിടെ ഇരുന്നേ പൊന്നോ, നോക്കട്ടെ നോക്കട്ടെ. അവിടെ ഇരുന്നേ. ഇത്രയും ലൂസാട്ടോ, അല്ലാതെ ഇത് ഫിറ്റൊന്നും അല്ല. അവൻ്റെ കൈയൊക്കെ ലൂസാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ, കൈയൊക്കെ ലൂസാണ്. ഇത് ടൈറ്റൊന്നും അല്ല. അതിങ്ങനെ തോന്നുന്നു കേട്ടോ. അത് കുറച്ച് നേരം ഇട്ട് കഴിയുമ്പോൾ ഇവൻ്റെ കൈയൊക്കെ ഇങ്ങോട്ട് താഴേക്ക് പോകുന്നത് കേട്ടോ. ഇവിടെ പിന്നെ ഇറക്കം കുറഞ്ഞു. ഇതൊക്കെ നമ്മളുടെ കഞ്ഞി തന്നെയാണ് കേട്ടോ. മറ്റതൊക്കെ ഞാൻ ഇടുന്ന പെട്ടി കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഇനി കഴുകാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് കുറേ കഴുകിയിട്ടു. അപ്പോൾ ഇത് ലൂസൊക്കെ തന്നെയാണ്, ടൈറ്റൊന്നുമില്ല, കംഫർട്ടബിളൊക്കെയാണ്. എനിക്കറിയാം. ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ചെയിന്. ഇത് കണ്ടോ, ഇതൊക്കെ നോക്കുന്നുണ്ട്. അവൻ്റെ അതേ കൈയൊക്കെ ഇത് ഇത്രയും ലൂസാണ് കേട്ടോ. നിങ്ങൾ ചിലവർ വിചാരിക്കുമോ ഇവൻ്റെ ഇത് എന്താണെന്നൊക്കെ വിചാരിച്ച് പോകും കേട്ടോ. ടൈറ്റൊന്നുമല്ല. പിന്നെ അവനിങ്ങനെ വണ്ണവും ഇതും ഉള്ളതുകൊണ്ട് ഇവിടെ ഇത്തിരി ഇറക്കമൊക്കെ കുറവായിട്ട് അങ്ങനെ തോന്നുന്നതേ ഉള്ളൂ കേട്ടോ. പൊന്നോ നോക്കൂ കിടക്കുന്നതൊക്കെ. അപ്പോൾ നല്ല പണിയിലൊക്കെയാണ്. ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ, ലോങ് വീഡിയോ. ഞാൻ ഇവനെ പാത്രം കഴുകുന്നിടത്ത് ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ എൻ്റെ ബാക്കിൽ കയറി നിൽക്കുന്നു, മാന്തുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഷോർട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ പിന്നെ ഫോൺ ഓഫായിപ്പോയി. പിന്നെയും ഞാൻ പാസ്വേഡൊക്കെ തുറന്നു കഴിയുമ്പോൾ ആ സീനൊക്കെ ഇച്ചിരിയൊക്കെ ഉള്ളൂ. എന്നാൽ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെ എൻ്റെ തിക്കും തിരക്കൊക്കെ. അപ്പോൾ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡെയിലി നല്ല നല്ല വീഡിയോ ഒക്കെ ഇടാം. ഇനിയിപ്പോൾ ഒരു ഗ്രില്ലൊക്കെ പിടിപ്പിക്കും. നമ്മളെ സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു ഗ്രില്ലൊക്കെ പിടിപ്പിക്കും. കാരണം ഇവൻ ഇറങ്ങി ഓടുമ്പോഴേ താഴെ വാടകക്കാർ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർ പേടിക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അപ്പോൾ താഴെ ഇറങ്ങിപ്പോയിരുന്നാൽ ആ ഒരു ജനലില്ലേ, വലിയ ജനലിൻ്റെ അവിടെ ഒരു ഗ്രില്ലൊക്കെ നമ്മൾ പിടിപ്പിക്കും. അപ്പോൾ അതൊക്കെ പിടിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് പെയിൻറ്റും പുറത്തെ പെയിൻറ്റൊക്കെ കഴിഞ്ഞ് വരാം. നാട്ടിൽ പോയിരുന്നാലും ഞാൻ ഒരാഴ്ച നിൽക്കത്തുള്ളൂ കേട്ടോ. ഓടി വരും. കാരണം എന്തെന്നാണ് ഇവിടെ പണിയൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയിരിക്കും. കുറച്ച് കാര്യങ്ങളുണ്ട്. മോൾക്ക് പനി, മോൻ്റെ പനി കഴിഞ്ഞു, മോൾക്ക് പനി. എൻ്റെ മെഡിസിൻ തന്നെ ഞാൻ കൊടുത്തു കേട്ടോ. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഇത് ഇവിടെ എല്ലാവർക്കും പനിയാണ്. അത് ഈ ക്ലൈമറ്റിൻ്റെ ഒരു ഇതാണ് കേട്ടോ. എൻ്റെത് ഓക്കെ ആയപ്പോൾ മോൻ്റെത് പിടിച്ചു, മോനും ഓക്കെ ആയപ്പോൾ ഇപ്പോൾ മോൾക്ക് പിടിച്ചു ഇന്ന്. അങ്ങനെ അത് ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞൊരു ചൂട് തുടങ്ങുമ്പം പിന്നെ വിയർക്കുമ്പം പിന്നെയും വിയർക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ അസുഖങ്ങൾ വരാം. അതൊക്കെ നമ്മളെ പിടിച്ചു കെട്ടാൻ പറ്റും. ഓരോ ക്ലൈമറ്റിൻ്റെയൊക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളും വരുമ്പോൾ ശരീരത്തിലെ മാറ്റങ്ങളും വരും. അതിനോട് എണീക്കെന്ന് പറഞ്ഞപ്പോൾ എണീറ്റില്ല. അതേ ഇവിടെ വന്നിരിക്കുന്നത്. ആ പൂച്ചയെ കണ്ടുകൊണ്ട് ഓടി വന്നതാട്ടോ. ബാ പൊന്നു ബാ. അപ്പോൾ കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. ഇവിടെ വന്ന് എല്ലാവർക്കും ഒരു മോൻ്റെ ടാറ്റ ബൈ ബൈ ഒക്കെ കണ്ടിട്ട് കുറേ നാളായി. ഇവിടെ വാ. അതേ കണ്ടോ കയറി. ഇനി അവിടെ ഇരുന്നിട്ട് ഒന്ന് ടാറ്റ ബൈ ബൈ കൊടുത്തേ പൊന്നു. മമ്മി ഇതേ വൈൻഡപ്പാക്കാൻ പോകുന്നു. ഒന്ന് ടാറ്റ. അതേ ആൻറ്റിമാർ, ചേച്ചിമാർ, ചേട്ടന്മാർ, അങ്കിൾമാരൊക്കെ നോക്കിയിരിക്കണ്ട പൊന്നിനെ. ഗുഡ് ബോയ് എന്ന് പറയണ്ടേ എല്ലാവരും. അവന് ഗുഡ് ബോയ് എന്ന് പറയണം. ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാത്തിനും ഗുഡ് ബോയ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗുഡ് ബോയ് എന്ന് പറയണ്ടേ പൊന്നോ. താഴേക്ക് ഇറങ്ങിപ്പോയപ്പോഴേ താഴെ നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മഫ്ലെയർ ഇങ്ങനെ മഫ്ലെയർ അല്ലാതെ തൊപ്പിയും ഇതുപോലെയുള്ള കെട്ടിയത്. മറ്റത് വീട്ടിൻ്റെ അകത്ത് പൊടിയായിരുന്നു. അപ്പോൾ ആ പൊടി ഞാൻ പാത്രവും കൂടെ കഴുകിയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നു കേട്ടോ. എല്ലാവരും ഒന്ന്
ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ലൈക്കൊക്കെ അടിച്ച് ഹെൽപ്പ് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ മോനെ ദേ ഇവിടെ കിടപ്പുണ്ട്. നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. വീട് പണിയൊക്കെ കഴിയുമ്പോൾ നമ്മളൊരു നല്ല വീഡിയോ ഒക്കെ ആയിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ കാതിൽ നല്ല കാറ്റ് കേട്ടോ. കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്, ഭയങ്കര കാറ്റ്. കാറ്റിൻ്റെ ഇതുകൊണ്ടിട്ട് കാതിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെയും തൊണ്ടവേദനയും ഒക്കെ വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മറക്കരുത് കേട്ടോ. ചേച്ചിയും എൻ്റെ പൊന്നിനെയൊന്നും ആരും മറക്കരുത്. എല്ലാവരും ഒരു ലൈക്ക് ചോദിച്ചിട്ടുള്ള ലൈക്ക് അടിക്കുക. പിന്നെ എല്ലാവരും ലൈക്ക് അടിക്കുക. പിന്നെ അതേ വീട്ടിൽ നിന്ന വേഷത്തോടൊക്കെയാണ് ഈ വന്നിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു മാറ്റമുണ്ട്. ഇതിനി ചൂടുവെള്ളത്തിൽ കുളിക്കും. ഇതൊരു 3ാമത്തെ മാറ്റം. ഈ പൊടികൾ കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, പൊടികളാണ് പൊടികൾ. അപ്പോൾ ഇതൊക്കെ മാറിയിട്ട് പിന്നെയും കിടക്കാൻ നേരത്ത് വേറെ ഒരു കോട്ടുണ്ട്, അടിച്ചരാ കേട്ടോ. ആ കോട്ടെടുത്തിടും, തണുപ്പ് കൂൾ കോട്ട് തന്നെ, അതെടുത്തിടും. അപ്പോൾ ഈ സ്വെറ്ററൊക്കെ പിന്നെയും മാറും, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾ പോകുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈവിലേക്ക് വരുമ്പോൾ എല്ലാവരും സഹായിക്കണം കേട്ടോ. വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മോനെ നോക്കട്ടെ. പൊന്നോടെ മമ്മി. അതെ ഇത് നോക്ക് പൊന്നോ. എൻ്റെ കയ്യിൽ ഒരു സാധനം ഇരിക്കുന്നത്, അതാണ് നോക്കുന്നത്. ഇത് പൊന്നെ, ഇത് എല്ലാവർക്കും ഒരു ബൈ ബൈ കൊടുത്തേ. ഹായ് ബൈ. ഇത് കണ്ടോ ഫോട്ടോ. ഹായ് ബൈ കൊടുത്തേ എല്ലാവർക്കും ഒരു ഹായ് ബൈ. മമ്മി ഹായ് കൊടുത്തേ. ബൈ. ദേഷ്യത്തിൽ തരുന്നത് കേട്ടോ. ബൈ കൊടുത്തേ. ബൈ കൊടുത്തു പൊന്നോ. എന്തോ ഇത് കേട്ടോ. ഒച്ച എടുത്തോണ്ട് ചെന്ന് കിടക്കുന്ന എന്തോ ഇങ്ങനെ കാണിക്കുന്നേ. ഇപ്പോൾ വാശിക്കാരനായിട്ട് വരുന്നു. ഹായ് ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞപ്പോൾ ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ബൈ പറഞ്ഞു. ബൈ. എല്ലാവർക്കും ഒരു ബൈ കൊടുത്തേ. ബൈ. കണ്ടോ, എല്ലാവരും കൊച്ചു ബൈക്കൊക്കെ തന്നു കേട്ടോ. അപ്പോൾ കൊച്ചിൻ്റെ ബൈക്ക് വേണ്ടി എല്ലാവരും ഒരു ലൈക്കൊക്കെ കൊടുക്കണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഫ്രണ്ട്സ്. നമ്മളെ ഇഷ്ടമല്ലേ, എൻ്റെ പൊന്നിനെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ പൊന്നിനും ഇഷ്ടമല്ലേ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യണ്ടേ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടേ. ഓക്കെ ബൈ. നാളെ ഞാൻ ലൈവിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ വരാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരൊക്കെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണേ. ഇച്ചിരിയൊക്കെ ഉള്ളൂ, അതൊന്ന് കാണുക കേട്ടോ.